നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മേ, ഞങ്ങൾ എങ്ങോട്ട് പോവാനാ ശാരദാമ്മേ? നിങ്ങളെ എങ്ങോട്ടും വിടാനല്ല ശാന്തേ. എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാം. അതിന്റെ കൂട്ടത്തിൽ വേറൊരു വരുമാനം കൂടെ ഉള്ളത് നല്ലതല്ലേ? നിങ്ങൾ പോയിക്കോ. അതിന് സമയമായില്ലല്ലോ ശാരദാമ്മേ. ഇനിയിപ്പോ ആര് വരാനാ? പിന്നെന്തിനാ ഈ ഹോട്ടല് തുറന്നു വെച്ചേക്കുന്നത്? നിങ്ങൾ പോയിക്കോ. അമ്മേ, എന്താ എന്താടി ഇവിടെ എന്താന്ന്? ശാലിനിക്ക്, അയ്യോ ശാലിനിക്ക് എന്ത് പറ്റി? ശാലിനി ഇടി കാര്യം പറയാൻ. അവള് സിവിൽ സർവീസ് മെയിൻ പരീക്ഷ പാസ്സായമേ. സത്യമാണോ ചേച്ചി? സത്യം. അമ്മ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? കുഞ്ഞേച്ചി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായെന്ന്. അമ്മ എന്ന് വെച്ച കളക്ടർ പരീക്ഷ പാസ്സായെന്ന്. ഇനി ഒരു ഇന്റർവ്യൂ കൂടി പാസ്സായ ചേച്ചി കളക്ടറാ. ഈശ്വര, സത്യം സത്യം അമ്മേ. ആഹാ, നിസ്സാര കാര്യമല്ലല്ലോ ശാലിനി മോള് നേടിയത്. ശാരദാമ്മേ, ശരിക്കും ആഘോഷിക്കണോ ഇത്? ഹലോ കുഞ്ഞേച്ചി, ഇവിടെ ഞങ്ങള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തകർത്തോണ്ടിരിക്കുക. അതിനിടയില് അമ്മ ദാ നിന്ന് കരയുക. നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാനേ അറിയുന്ന നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ മോളെ? ഈ കാലയളവിനിടയിൽ അമ്മയൊന്ന് ഉറക്കെ ചിരിച്ച് കണ്ടിട്ടില്ല ഞാൻ. എന്തായാലും ചേച്ചി കലക്കി തിമിർത്തു കിടുക്കി. ചായക്കട നടത്തി ജീവിക്കുന്നു എന്ന് കളിയാക്കുന്ന കൂട്ടുകാർക്കിടയില് തലയുയർത്തി നേരെ നിൽക്കാലോ ഇനി എനിക്ക്. കുഞ്ഞേച്ചിയാ ഇനി തന്നെ. ഇനി മോളെ. ആ ശാരിയേച്ചി, ശാരിയേച്ചി ഉണ്ടായിരുന്നു അവിടെ. ഞാനല്ലേടി ഇവിടെ വന്ന് വിവരം പറഞ്ഞേ. എന്തായാലും ഇപ്പൊ ശാരികേച്ചിയുടെ സങ്കടം മാറിയല്ലോ. ശാരികേച്ചിക്ക് വേണ്ടി ഞാൻ സിവിൽ സർവീസ് സ്വപ്നം തൊലച്ചോന്നായിരുന്നല്ലോ ചേച്ചിയുടെ സങ്കടം. അതെ മോളെ, അതെന്നും ഒരു നോവായിരുന്നു എന്റെ ഉള്ളില്. ഇനി ആ സങ്കടം വേണ്ട. എവിടെ നിന്നായാലും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാന്ന് എന്നെ പഠിപ്പിച്ചത് വിഷ്ണുവേട്ടനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.